ഹായ് നമസ്കാരം. എല്ലാവർക്കും വലിയ പറമ്പിൽ പ്രോപ്പർട്ടീസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനുള്ളത് എറണാകുളം ജില്ലയിൽ ആലുവയിലാണ്. ആലുവ ചൂണ്ടിയിലാണ് ഇന്ന് ഉള്ളത്. മനോഹരമായിട്ടുള്ളൊരു ഗേറ്റഡ് കമ്മ്യൂണിറ്റി വില്ല നിങ്ങളെ പരിചയപ്പെടുത്താനായിട്ട് എത്തിച്ചേർന്നിരിക്കുന്നത്. 4.6 സെൻറ്റ് സ്ഥലത്ത് 2800 സ്ക്വയർ ഫീറ്റിലാണ് ഇവിടെ വില്ലകൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. ഏകദേശം ഒരു 30ഓളം വില്ലകൾ നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. എല്ലാത്തിൻ്റെ വർക്കുകൾ നടക്കുന്നതേ ഉള്ളൂ. ഒരു വീട് നമുക്കിവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ആ വീടിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്താനായിട്ട് പോകുന്നത്. എൻ്റെ പുറകിൽ കാണുന്ന ഈ വീടിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് നമ്മൾ ഉൾപ്പെടുത്തുന്നത്. വീടിൻ്റെ എലവേഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ പൂർണ്ണമായും ഒരു കണ്ടംപററി ഡിസൈനാണ് വീടിന് നൽകിയിരിക്കുന്നത്. ഒരു ബോക്സി ടൈപ്പ് ഡിസൈനാണ് വരുന്നത്. ഈ ഭാഗത്തെല്ലാം പ്ലെയിൻ ഡിസൈനാണ് വരുന്നത്. ഇവിടെ നമുക്കൊരു സ്ക്വയർ ടൈപ്പ് ഡിസൈൻ കാണാം. അതിനകത്താണ് ജനൽ വരുന്നത്. വാൾ ലൈറ്റുകൾ മനോഹരമായിട്ടൊരു 4 വാൾ ലൈറ്റുകൾ അവിടെ കൊടുത്തിട്ടുണ്ട്. മുകൾ ഭാഗത്തേക്ക് ഈ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ബാൽക്കണിയാണ്. ബാൽക്കണി ലൂവർ പാറ്റേൺ ആണ് കൊടുത്തിരിക്കുന്നത്. താഴേക്ക് വരുമ്പോൾ ഇവിടെ കാർ പോർച്ചാണ്. വീടിനോട് ചേർന്ന് തന്നെ എക്സ്റ്റെൻഡ് ചെയ്ത് എടുത്തിരിക്കുന്ന ഒരു ഭാഗമാണ് ഈ കാർ പോർച്ച്. അതിനടിയിലായിട്ടും ലൂവർ ഡിസൈൻ പാറ്റേണുകൾ കൊടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 6 മീറ്റർ വിടുത്തുള്ള ഇൻറ്റേർണൽ റോഡുകളാണ് ഈ വില്ലയിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അതെല്ലാം ഇൻ്റർലോക്ക് ചെയ്ത് മനോഹരമാക്കിയിരിക്കുന്നു. ഇവിടെയാണ് 2 വാഹനങ്ങൾ മിനിമം പാർക്ക് ചെയ്യാനുള്ള സൗകര്യം നമുക്ക് ഈ വില്ലയിൽ ലഭ്യമായിട്ടുണ്ട്. ഇവിടെ ഒരു മൊസൈക്കിൻ്റെ ഡിസൈനുള്ള ഫ്ലോറിംഗ് അല്ല ടൈലുകളാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ ചെറിയൊരു ട്രീ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ചുറ്റും അത്യാവശ്യം നടക്കുന്നതിനാവശ്യമായിട്ടുള്ള സ്പേസ് കൂടി ലഭ്യമാകുന്നുണ്ട്. ഈ വീടിൻ്റെ എലവേഷനിലേക്ക് വരുമ്പോൾ ഈ ഭാഗത്തായിട്ട് നല്ല ക്ലാഡിങ് ടൈലുകൾ നൽകിയിട്ടുണ്ട്. ക്ലാഡിങ് സ്റ്റോണാണ് നൽകിയിരിക്കുന്നത്. അത് നല്ല ഭംഗിയിൽ തന്നെയാണ് നൽകിയിരിക്കുന്നത്. UPVC വിൻഡോസാണ് ഈ വീടിന് പൂർണ്ണമായിട്ടും ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതാണ് സിറ്റ് ഔട്ട്. അത്യാവശ്യം വലിപ്പമുള്ള ഒരു സിറ്റ് ഔട്ട് തന്നെയാണ് നൽകിയിരിക്കുന്നത്. മനോഹരമായിട്ടുള്ള ഒരു സിറ്റ് ഔട്ട്, ഗ്രാനൈറ്റാണ് സിറ്റ് ഔട്ടിൽ നൽകിയിരിക്കുന്നത്. ഇവിടെ നമുക്ക് വലിയ മെയിൻ ഡോർ നൽകിയിട്ടുണ്ട്. 2 പാളികളുള്ള മെയിൻ ഡോറാണ് വരുന്നത്. തേക്കൂട്ടിലാണ് മെയിൻ ഡോർ. കട്ടിളകളെല്ലാം പാനലിംഗ് വർക്കും ചെയ്തിട്ടുണ്ട്. നല്ല മനോഹരമായിട്ടുള്ള ഒരു ഹാൻഡിലും ചെയ്തിരിക്കുന്നു. ഇനി നമുക്ക് വീടിനകത്തേക്ക് മെയിൻ ഡോർ തുറന്ന് അകത്തേക്ക് കയറുന്നത് ഈ കാണുന്ന മനോഹരമായിട്ടുള്ള ലിവിങ് സ്പേസിലേക്കാണ്. അത്യാവശ്യം നല്ലൊരു വലിയ ലിവിങ് സ്പേസ് തന്നെയാണ് ഇവിടെ ലഭിക്കുന്നത്. ഈ വില്ല നമുക്ക് അവൈലബിൾ ആയിരിക്കുന്നത് ഫുള്ളി ഫർണിഷ്ഡ് ആയിട്ടുള്ളതാണ്. ഇവിടെ നമുക്കൊരു 2 സീറ്റ് സോഫ സെറ്റ് കാണാം. അതുപോലെ തന്നെ ഓരോ സീറ്റുകളിലുള്ള 2 സോഫ സെറ്റുകൾ ഇവിടെയും നൽകിയിട്ടുണ്ട്. ഇവിടെ ടീപ്പോയ് നൽകിയിരിക്കുന്നു. ഇവിടെ നമുക്ക് ഇരിക്കാവുന്ന രീതിയിലുള്ള ഒരു ആൻറ്റിക് ഡിസൈനുള്ള ഭംഗിയുള്ള ഒരു ടീപ്പോയ് പോലത്തെ സംഭവം കൂടി നൽകിയിട്ടുണ്ട്. ഇവിടെ എല്ലാം ചെറിയ ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സ് കൂടി വച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ നിന്നാണ് മുകളിലേക്കുള്ള സ്റ്റെയർ കൊടുത്തിരിക്കുന്നത്. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് കർട്ടൻ വർക്കുകളെല്ലാം ചെയ്തിട്ടുണ്ട്. UPVC വിൻഡോസാണ് ഇവിടെ നമുക്ക് നൽകിയിരിക്കുന്നത്. ഇവിടെ ഷിയർ കർട്ടൻസ് മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ബ്ലാക്ക് ഔട്ട് കർട്ടൻ കൂടി നമുക്ക് ചെയ്ത് എടുക്കാവുന്നതാണ്. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇതാണ് ഡൈനിങ് ഏരിയ. വളരെ വിശാലമായിട്ടുള്ള ഒരു ഡൈനിങ് സ്പേസ് തന്നെയാണ് ഈ വീടിന് വരുന്നത്. നമുക്ക് നോക്കിയാൽ അറിയാം, വലിയ ടൈലുകൾ, നല്ല മാറ്റ് ഫിനിഷുള്ള ടൈലുകളാണ് ഫ്ലോറിൽ നൽകിയിരിക്കുന്നത്. ഇതാണ് ഡൈനിങ് ടേബിൾ. നല്ല ഭംഗിയുള്ള വുഡൻ ഡൈനിങ് ടേബിളാണ് വരുന്നത്. മുകൾ ഭാഗത്ത് ഗ്ലാസ് നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ 6 ചെയറുകളും ഈ ഡൈനിങ് ടേബിളിന് നൽകിയിട്ടുണ്ട്. മുകൾ ഭാഗത്ത് ഫോൾ സീലിംഗ് വർക്കുകൾ വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് നൽകിയിരിക്കുന്നത്. ഇവിടെ ഒരു നല്ല ഫാനും നൽകിയിട്ടുണ്ട്. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് കിച്ചൺ വരുന്നത് ഇവിടെയാണ്. ഒരു ഓപ്പൺ കൺസെപ്റ്റിലുള്ള വലിയ കിച്ചണാണ് നൽകിയിരിക്കുന്നത്. ഇവിടെ ആർക്കി ഡ്രൈവ് മുകളിലേക്ക് പോകുന്നുണ്ട്. അത് വുഡൻ ഡിസൈനിലാണ് നൽകിയിരിക്കുന്നത്. ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ നൽകിയിരിക്കുന്നു. ഇവിടെ 2 ബാർ ചെയർസ് ഒരുക്കിയിട്ടുണ്ട്. ഇതല്ലാണ്ട് ഈ ടൈലുകളെല്ലാം നല്ല മനോഹരമായിട്ടുള്ള ടൈലുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. 2 ഹാങ്ങിങ് ലൈറ്റുകളും ഇവിടെ വരുന്നുണ്ട്. ഇതാണ് കിച്ചൺ. വളരെ എൽ ഷേപ്പിലാണ് കൗണ്ടർ ടോപ്പ് ഒരുക്കിയിരിക്കുന്നത്. ഇതിൻ്റെയും കൗണ്ടർ ടോപ്പ് വരുന്ന നല്ല മനോഹരമായിട്ടുള്ള ടൈലാണ്, ഗ്രാനൈറ്റ് പോലെയുള്ള ടൈലാണ് നൽകിയിരിക്കുന്നത്. ഈ ഭാഗത്തായിട്ട് നമുക്ക് ഒരു ഗ്ലാസ് ഡിസൈനിൽ വരുന്ന വാൾ ടൈലും നൽകിയിട്ടുണ്ട്. ഇവിടെ കിച്ചൺ വിൻഡോ കൊടുത്തിരിക്കുന്നു. മുകളിലും താഴെയുമായിട്ട് നമുക്ക് കബോർഡുകൾ കാണാം. ഇവിടെ വുഡൻ ഡിസൈനിലാണ് വരുന്നത്. അവിടെ ഒരു വൈറ്റ് കളർ ഷെയ്ഡിലുമാണ് നൽകിയിരിക്കുന്നത്. ഇവിടെയും നമുക്ക് സ്റ്റോറേജ് സ്പേസ് അവൈലബിൾ ആണ്. ഇവിടെ ഒരു ടോൾ യൂണിറ്റ് നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇങ്ങോട്ട് നോക്കിയാൽ അറിയാം, അതിൻ്റെ അകത്തേക്ക് നോക്കിയാൽ അറിയാം, വലിയ ടോൾ യൂണിറ്റാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഈ ഹാൻഡിലുകളെല്ലാം വളരെ മനോഹരമായ രീതിയിലാണ് ഡിസൈൻ ചെയ്ത് വച്ചിരിക്കുന്നത്. ഇങ്ങോട്ട് വന്നാൽ ഒരു വർക്ക് ഏരിയ സ്പേസാണ് നമുക്ക് ഇവിടെ അവൈലബിൾ ആവുന്നത്. ഇവിടെയും ടേബിൾ ടോപ്പ് ഒരുക്കിയിട്ടുണ്ട്. അവിടെ കിച്ചൺ വിൻഡോ നൽകിയിരിക്കുന്നു. സ്റ്റോറേജ് സ്പേസുകൾ താഴെയും മുകളിലുമായിട്ട് നൽകിയിട്ടുണ്ട്. ഒരു സെർവൻറ്റ് ടോയ്ലറ്റ് കൂടി നമുക്കിവിടെ അവൈലബിൾ ആവുന്നുണ്ട്. അത് ഇവിടെയാണ് വരുന്നത്. ചെറിയൊരു ടോയ്ലറ്റ്, ഒരു ക്ലോസറ്റും
ഒരു ചെറിയ ഷവറും ഒക്കെ ആയിട്ട് അങ്ങനെ അതും നൽകിയിട്ടുണ്ട്. താഴത്തെ നിലയിൽ വരുന്നത് ഒരു ബെഡ്റൂമാണ്. ഇനി നമ്മൾ പോകുന്നത് ആ ബെഡ്റൂമിലേക്കാണ്. ആ ബെഡ്റൂമിലേക്ക് വരുമ്പോൾ അതിന് മുമ്പ് നമ്മളൊരു കാര്യം വിട്ടുപോയിട്ടുണ്ട്. വാഷ് കൗണ്ടർ പറയാൻ വിട്ടുപോയിട്ടുണ്ട്. ഇവിടെയാണ് വാഷ് കൗണ്ടർ വരുന്നത്. ഒരു ജാഗ്വാറിൻ്റെ വാഷ് ബേസ് മനോഹരമായിട്ടുള്ള നൽകിയിരിക്കുന്നു. ഇവിടെ ടൈല് ഒരു ഗ്രീൻ കളർ ഷെയ്ഡിൽ വരുന്ന ടൈലും ഫുള്ളായിട്ട് ഒട്ടിച്ചിട്ടുണ്ട്. ഇതാണ് ബെഡ്റൂം. സ്റ്റീലിൻ്റെ ഡോറുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു ബെഡ്റൂം തന്നെയാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ഇവിടെ കോട്ട് കൊടുത്തിട്ടുണ്ട്. അവിടെ ബെഡെല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് കാണാം, ഇവിടെ മനോഹരമായിട്ടുള്ളൊരു ലൂവർ പാറ്റേൺ ആണ് കൊടുത്തിരിക്കുന്നത്. രണ്ട് സൈഡ് ലാമ്പുകൾ കൊടുത്തിട്ടുണ്ട്. ഈ ഭിത്തിയിൽ മാത്രം കളർ വ്യത്യാസമുണ്ട്. ഇവിടെ കർട്ടനുകളും നൽകിയിട്ടുണ്ട്. ഇവിടെ സൈഡ് ടേബിളുകൾ ഒരുക്കിയിരിക്കുന്നു. ഇവിടെ ആയിട്ടാണ് നമുക്ക് വലിയ ഒരു വാർഡ്രോബ് ഒരുക്കിയിരിക്കുന്നത്. ടിൻറ്റഡ് ഗ്ലാസ് ഉപയോഗിച്ച് ഇവിടെ വലിയ ഒരു ജനലും കൊടുത്തിട്ടുണ്ട്. ഇവിടെ കർട്ടൻസ് എല്ലാം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇതാണ് ബാത്റൂം ആ പ്രീമിയം ക്വാളിറ്റി ഡിസൈൻ തന്നെ നിലനിർത്തിയിട്ടുണ്ട്. വെറ്റും ട്രേയുമായിട്ട് ഇവിടെ തിരിച്ചിട്ടുണ്ട്. നമുക്ക് നോക്കുമ്പോൾ അറിയാം, വെറ്റും ട്രേയുമായിട്ട് ഇവിടെ തിരിച്ചിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള വാൾ ടൈലാണ് വരുന്നത്. നേരത്തെ ബാത്റൂം പോലെ തന്നെ ഫിറ്റിങ്സുകളെല്ലാം സെയിം തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ പോകുന്നത് മൂന്നാമത്തെ ബെഡ്റൂമിലേക്കാണ്. താഴത്തെ നിലയിൽ കണ്ട ബെഡ്റൂമിൻ്റെ എക്സാക്റ്റ് സെയിം സ്പേസിൽ തന്നെയാണ് ഈ ബെഡ്റൂം വരുന്നത്. ഒക്കെ അറിയാം, അതുപോലെ തന്നെ കോട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇവിടെ വരുമ്പോൾ ഇതിൻ്റെ ഹെഡറിന് ചെറിയ വ്യത്യാസമുണ്ട്. ആ ലൂവർ പാറ്റേൺ ഇവിടെ കൊടുത്തിട്ടുണ്ട്. മുകളിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് പോയിട്ടില്ല. രണ്ട് സൈഡിലും വാൾ ലൈറ്റുകൾ കൊടുത്തിരിക്കുന്നു. ജനൽ ഇവിടെ വരുന്നുണ്ട്. വാർഡ്രോബ് ഇവിടെ വരുന്നു. താഴത്ത് ഗ്ലാസ് ആയിരുന്നു. ഇവിടെ മൾട്ടിവുഡ് ഉപയോഗിച്ചിട്ടുള്ള വലിയ ഡോറുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ ആയിട്ടാണ് ബാത്റൂം. ബാത്റൂമുകളെല്ലാം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളത് തന്നെയാണ്. എല്ലാ ബാത്റൂമുകൾക്കും ഒരേ അളവ് തന്നെയാണ് നൽകിയിരിക്കുന്നത്. ഭംഗിയുള്ള ഒരു പ്രീമിയം ബാത്റൂം തന്നെയാണ് ഇവിടെ വരുന്നത്. ഇനി നമുക്ക് യൂട്ടിലിറ്റി സ്പേസും ബാൽക്കണി കൂടി നോക്കാറുണ്ട്. ഇവിടെ ആയിട്ടാണ് ഇതാണ് യൂട്ടിലിറ്റി സ്പേസിലേക്ക് പോകുന്ന വഴി. ചെറിയ ഒരു യൂട്ടിലിറ്റി സ്പേസാണ് നമുക്കിവിടെ അവൈലബിൾ ആകുന്നത്. ചുറ്റും ഗ്ലാസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു ഗ്ലാസ് ഡോറ് കൊടുത്തിരിക്കുന്നു. തുറന്നാൽ നമുക്ക് ടെറസിലേക്ക് പോകാവുന്നതാണ്. ഇവിടെ നമുക്ക് നല്ല ലൈറ്റ് വരുന്നതിന് വേണ്ടിയിട്ടുള്ള ഗ്ലാസ്സാണ് നൽകിയിരിക്കുന്നത്. ഇനി നമുക്ക് ബാൽക്കണി കൂടിയാണ് കാണാനുള്ളത്. നമുക്ക് ബാൽക്കണിയിലേക്ക് പോകാം. ഓക്കെ, കട്ട് ചെയ്തു. നമ്മൾ കട്ട്. ഇതാണ് ബാൽക്കണിയിലേക്കുള്ള ഡോറ് വരുന്നത്. വലിയ വിശാലമായിട്ടുള്ള ഒരു ബാൽക്കണി നൽകിയിട്ടുണ്ട്. മുകൾ ഭാഗത്ത് ലോവർ ഡിസൈൻ പാറ്റേൺ കൊടുത്തിരിക്കുന്നതായി കാണാം. ഇവിടെ ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. നല്ല മനോഹരമായിട്ടുള്ള ഡിസൈനിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. 4.6 സെൻറ്റ് സ്ഥലത്താണ് ഈ വില്ല വരുന്നത്. ഒരു ഗേറ്റഡ് കമ്മ്യൂണിറ്റി വില്ലയാണ്. വില്ല വരുന്ന സ്ഥലം ആലുവയ്ക്കടുത്ത് രാജഗിരി ഹോസ്പിറ്റലിൻ്റെ അടുത്ത് ചൂണ്ടിയിലാണ് വരുന്നത്. വലിയൊരു വില്ല പ്രൊജക്റ്റിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ് ഈ വില്ല. അപ്പോൾ ഈ വില്ല 2800 സ്ക്വയർ ഫീറ്റിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഈ വീടിൻ്റെ വില ചോദിക്കുന്നത് 1,16,00,000 രൂപയാണ്. പക്ഷേ നെഗോഷ്യബിൾ ആണ്. ഈ വീട് കാണാനും ഈ വീടിനെ കുറിച്ച് കൂടുതൽ അറിയാനുമായിട്ട് ഞങ്ങളുടെ നമ്പർ വീഡിയോയിൽ ഉൾപ്പെടുത്താം. നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.